ആദ്യ കേസ് രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ. നടനും MLA-യുമായ മുകേഷ്, മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു, മുൻ ഭാരവാഹികളായ ജയസൂര്യ, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെ നടി മിനു മുനീർ രംഗത്ത് വന്നത് ഇന്നലെയാണ്. അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ആരോപണമുണ്ട്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ കൊണ്ടിട്ട് എന്നെ ഒരു പ്രൊഡ്യൂസർ കൊണ്ട് കൂട്ടിക്കൊടുത്തു, ഞാനറിയാതെ. ലൊക്കേഷൻ കാണിക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു റിസോർട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്നെ ഒരാളെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് പ്രൊഡ്യൂസർ, മെയിൻ പ്രൊഡ്യൂസർ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾ അപ്രത്യക്ഷമായി, ഈ അഡ്വക്കേറ്റ്. ഞാൻ പറഞ്ഞു ഞാൻ പോവുക, പിള്ളേർ വരാൻ സമയമായതുകൊണ്ട്. അങ്ങനെ പോകില്ല, അങ്ങനെ പോകുമെന്നല്ലോ കണ്ടു. ആ പുള്ളിക്കാരൻ എന്നെ കയറി എന്നെ കടന്ന് വളരെ സ്നേഹത്തോടെ പിടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് തള്ളി സാർ ഞാൻ അതിനൊന്നും വന്നതല്ല, ഞാൻ ലൊക്കേഷൻ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കറിയില്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എനിക്കറിയാം, അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ സോറി കേട്ടോ മെനു, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, അവൻ ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിർമ്മാതാവ് ഷൈജു ആവശ്യപ്പെട്ടെന്ന് കലാകാരി അമൃത പരാതിപ്പെടുന്നു. ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് കിടക്ക പങ്കിടാനോ അങ്ങനെ കൂടെ കിടക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമൃത ഓക്കെയാണോ? നടൻ ബാബുരാജിനും സംവിധായകൻ ശ്രീകുമാർ മേനോനുമെതിരെ രംഗത്ത് വന്നതും സിനിമാ സ്വപ്നങ്ങളുമായി എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ. മോശമായിട്ട് സംസാരിക്കുകയും കയറി പിടിക്കുകയും എന്നെ ബലാത്സംഗപ്പെടുത്തുകയും ചെയ്ത ഒരാളാണ് നടൻ ബാബുരാജ്. അഭിനേത്രികളായ ഗീതാ വിജയനും ശ്രീദേവികയും പറഞ്ഞത് സംവിധായകൻ തുളസീദാസിന്റെ പേര്. സംവിധായകൻ VK പ്രകാശിനെതിരെ കഥാകൃത്തായ യുവതിയും ചിലത് വെളിപ്പെടുത്തുന്നു. ആളെന്റെ ദേഹത്ത് ടച്ച് ചെയ്യാനും കിസ് ചെയ്യാനും പിന്നെ ബെഡിലോട്ടൊക്കെ കിടത്താനൊക്കെ ശ്രമിച്ചു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.